നമസ്കാരം. തിരക്കഥയിലേക്ക് സ്വാഗതം. IT മേഖലയുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു സസ്പെൻസ് ചിത്രം കൂടി മലയാള സിനിമയിലെത്തുന്നു. Omega.exe. Omega.exe എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും നടീനടന്മാരുമാണ് തിരക്കഥയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. Omega.exe എന്ന ചിത്രം ഇതിനോടകം തന്നെ തിയേറ്ററുകളിൽ വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് Omega.exe എന്ന ചിത്രത്തിൻ്റെ പ്രമേയത്തിലേക്ക് എത്തിച്ചേരുന്നത്? ഞാനും എൻ്റെ സുഹൃത്ത് ഷാജി ഫ്രാൻസിസും വളരെ കുട്ടിക്കാലം തൊട്ടുള്ളൊരു ഫ്രണ്ട്സാണ്. അപ്പം ഷാജി IT-യിൽ 12 വർഷം വർക്ക് ചെയ്തിരുന്നു. IT-യിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ പുള്ളി പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ എന്നെ പരിചയപ്പെട്ട് അങ്ങനെ എൻ്റെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് സംസാരിച്ചു വന്നപ്പോൾ പുള്ളിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ്, വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ്, വളരെ താല്പര്യമുള്ളൊരു മേഖലയാണ് സിനിമ. അപ്പം അതിൻ്റെ കഥ, പുള്ളിയുടെ കയ്യിലൊരു കഥ ഉണ്ട്. അപ്പം കഥ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആ കഥ കേട്ട് IT പശ്ചാത്തലത്തിൽ സംഭവിക്കുന്ന ഒരു കഥ, അതിപ്പം എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. അങ്ങനെ ഞങ്ങളതിനെ ഡെവലപ്പ് ചെയ്യുകയും ഷാജി തന്നെ അതിനകത്ത് അതിൻ്റെ ഒരു പോസിബിലിറ്റി, സാധ്യത മനസ്സിലാക്കി ഷാജി തന്നെ പറയുന്നു എന്തുകൊണ്ട് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്ത കുഴപ്പം എന്താണ് അതിൻ്റെ ഇത്. അങ്ങനെ ഷാജി തന്നെ പ്രൊഡ്യൂസർ ആവാൻ തയ്യാറാവുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ സിനിമ സംഭവിച്ചത്. നവതരംഗ സിനിമയിൽ ധാരാളം പുതിയ പ്രമേയങ്ങൾ കടന്നു വരുന്നുണ്ട്. ഹിന്ദിയിൽ തന്നെ വളരെ മികച്ച വിജയങ്ങൾ നേടിയ നിരവധി കഥകൾ IT മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതാണോ ഈ ഒരു ചലച്ചിത്രത്തിൻ്റെ രചനയിലേക്ക് വഴിവെച്ചത്? ഒരുപക്ഷെ അത് പറഞ്ഞാൽ ശരിയായിരിക്കാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അധികം മൂവികൾ കണ്ടിട്ടില്ല. ഞാൻ IT-യിൽ ബിനോയ് പറഞ്ഞ പോലെ ഞാൻ 13 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ IT-യിൽ വന്നിരിക്കുന്ന ചില പടങ്ങൾ, ഉദാഹരണത്തിന് മിന്നാമിന്നിക്കൂട്ടം, പിന്നെ ഋതു, ഇതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയത് അതൊന്നും ശരിയായുള്ളൊരു IT-യുടെ റെപ്രസെൻറ്റേഷൻ അല്ല. അതിലും എത്രയോ ഡീപ്പറായിട്ടും എത്രയോ ഡ്രമാറ്റിക് ആയിട്ടും എത്രയോ വിഗറസ് ആയിട്ടും പറയാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ IT-യിലുണ്ട്. കാരണം ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ്. അപ്പോൾ എനിക്കൊരു നല്ല സ്കോപ്പ് ഉണ്ടെന്ന് തോന്നി. കാരണം ഇപ്പോഴത്തെ തലമുറ ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയാണ്. എല്ലാവരും ടെക്നിക്കലി, എല്ലാവരും ഒരു ഇൻക്ലൈനേഷൻ, ഇംഗ്ലീഷിനുണ്ട്, എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ടെക്നോളജീനെ തന്നെ ബേസ് ചെയ്ത് IT-യുടെ ശരിയായിട്ടുള്ളൊരു മുഖമൊക്കെ കുറച്ച് കാണിച്ച്, അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ന്യൂ ജനറേഷൻ മൂവിയായിട്ട് അങ്ങനെ വലിയ കണക്ഷനൊന്നുമില്ല. എനിക്ക് ടെക്നോളജിയിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു തീമായിരിക്കും എപ്പോഴും നല്ലത്. വൈക്കിഗ്രീസ് ആയിട്ട് നമ്മൾ മറ്റുള്ള രീതിയിൽ വായിച്ചറിഞ്ഞതിലും നല്ലത് നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ളൊരു തീമായിരിക്കും. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് ഇതിലൊരു സ്റ്റോറി ഉണ്ടാക്കണം, അതിൽ ടെക്നിക്കലി അത് നല്ലൊരു പെർഫെക്ഷനിൽ വരണം, അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ സംഭവിച്ചതാണ്. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഒരു പ്രോജക്റ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലാകുന്നത് അത്ര അസാധാരണ സംഭവമൊന്നുമല്ല. You're all tired, Avinash. Have you gone mad? Yes, I'm mad. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇതിനു മുമ്പ്. അത് ഞാൻ തങ്കച്ചൻ പറഞ്ഞാൽ ഞാൻ ഭ്രാന്തനായിക്കൊണ്ടിരിക്കുകയാണോ? നിന്നെ ത്രസിപ്പിക്കുന്ന എന്തെങ്കിലും നീ ചെയ്യുക. നീ ഒരു കാര്യം ചെയ്യും. ഹാക്കും, I mean a hardware hack. 70കളുടെ ഒടുവിൽ മലയാളി പ്രേക്ഷകരെ, അതായത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ അന്നത്തെ രോമാഞ്ചമായിരുന്ന രതിനിർവേദം എന്ന ചിത്രത്തിലെ നായകൻ ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ വീണ്ടും തിരിച്ചെത്തുകയാണ്. എങ്ങനെയാണ് ഈ കഥാപാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് കൃഷ്ണേന്ദ്രൻ ചേട്ടൻ എത്തിച്ചേരുന്നത്? ഇതിലേക്ക് പറഞ്ഞ പോലെ 26 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ അഭിനയിക്കുന്നത്. 86-ൽ യുവജനോത്സവം, ശ്രീകുമാർ തമ്പി സാറിൻ്റെ യുവജനോത്സവം എന്നുള്ള സിനിമയാണ് ഞാൻ ഏറ്റവും അവസാനം അഭിനയിക്കുന്നത്. അതിനുശേഷം അഭിനയമായിട്ട് എനിക്ക് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞാനൊരു പ്ലേബാക്ക് സിംഗർ എന്നുള്ള നിലയ്ക്കും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കും ഒരു സ്റ്റേജ് പെർഫോമർ എന്നുള്ള നിലയ്ക്കുമൊക്കെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ജൂലൈ മാസം, ഓഗസ്റ്റ് മാസത്തിൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ മാനേജർ, ഒരു വിനോദ് വിളിച്ചിട്ട് ഷാജി എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം കഥാകൃത്തുവാണെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തപ്പോൾ ഷാജിയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ബിനോയ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് പുതുതായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ഈ പടത്തിൽ ചേട്ടനൊരു ക്യാരക്ടർ ചെയ്യണം. ഞാൻ ചോദിച്ച ചോദ്യം ഇതേ ചോദ്യമാണ്, വൈ മീ, എന്താണ് ഞാനെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. കാരണം എനിക്കറിയില്ലായിരുന്നു എന്താണ് എന്നെക്കൊണ്ട്. കാരണം ഇവിടെ എത്രയോ വലിയ ആക്ടേഴ്സ് ഉണ്ട്, പ്രൂവ് ചെയ്ത ആർട്ടിസ്റ്റുകളുണ്ട്. ഞാനാണെങ്കിൽ കുറേ വർഷമായിട്ട് അഭിനയിക്കാറുമില്ല. അപ്പോൾ പറഞ്ഞു ചേട്ടൻ വന്ന് നല്ലൊരു ക്യാരക്ടറാണ്, അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു വന്ന് ചെയ്ത് നോക്കണം, ചെയ്യുമ്പോൾ മനസ്സിലാവും അതെന്താണെന്നുള്ളത്. അങ്ങനെയാണ് ഞാനിതിൽ സത്യത്തിൽ ഇപ്പം നമ്മൾ ഈ പണ്ട കാലത്ത് പറയില്ലേ, ഈ ആടിയ കാലും പാടിയ ആളുകളൊന്നും വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ. അപ്പം നമ്മൾ പണ്ട് അഭിനയിച്ചിരുന്ന ഒരാളാണല്ലോ. അപ്പം തിരിച്ചും അഭിനയത്തിൻ്റെ ഒരു സാധനം ഒരു ചൂണ്ടയും കേട്ടപ്പോൾ ഞാൻ അതിലങ്ങ് വീണു എന്ന് പറയായിരിക്കും സത്യം. എനിക്കത് വളരെ സന്തോഷം തോന്നി. എന്നെ രണ്ടാമത് ഓർമ്മിച്ച ഒരാൾ വിളിച്ചല്ലോ എന്നുള്ളതൊക്കെ മനസ്സിന് വളരെ സന്തോഷം തോന്നി.
അങ്ങനെ ഞാൻ വന്ന് ചെയ്യുമായിരുന്നു. ചെയ്തപ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു യൂത്തിൻ്റെ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ ഇവരുടെ എല്ലാവരുടെയും കൂടെയല്ലേ. അപ്പോൾ അത് നമ്മളെ ഒരു പഴയ ഒരു ഈ ഏജിൽ നിന്ന് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി ഞാനും അവരുടെ കൂട്ടത്തിൽ ഒരു യൂത്തായി മാറി. അതും കൂടി എനിക്കൊരു ഗുണമായിരുന്നു. അത് ഈ പടം ചെയ്തതിന് കിട്ടിയ ഒരു ഗുണമാണ് അത് സത്യത്തിൽ. ഈ ചലച്ചിത്രത്തിൽ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തെ പറ്റി ഒന്ന് പറയാം. ക്യാരക്ടറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അതൊരു CTO ആണ്. CTO എന്നാണ് പറയുക. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഷാജിയോട് ചോദിക്കുകയായിരിക്കും നല്ലത്. കാരണം ഇതിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ IT ഫേമിലുള്ള ചീഫ് ടെക്നിക്കൽ ഓഫീസറാണ്. സത്യത്തിൽ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിനെ പറ്റിയോ ഈ IT യെ പറ്റിയോ ഒന്നും അറിയാത്ത എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇവർ രണ്ടുപേരും കൂടിയാണ് ചെയ്യിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് ഷാജി പറയുമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ വളരെ പെട്ടെന്ന് പറയും. ഇപ്പോൾ ബിനോയ് ഇപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു എന്തുകൊണ്ട് വൈ മീ, ഞാനതിന് ഉത്തരം പറയാം. അത് ഇത് ഞാൻ IT ഫീൽഡിൽ 13 വർഷം ഉണ്ടായിരുന്നതാണ്. ഒരു ചീഫ് ടെക്നോളജി ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, ടെക്നോളജി ഹെഡാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനറിസംസ്, അദ്ദേഹത്തിൻ്റെ ലുക്ക്, ഒരു ടെക്നിക്കൽ ഓഫീസർ, ഒരു ടെക്നോളജി ഓഫീസർ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഈ പാത്രസൃഷ്ടിയും ഒരു പ്രത്യേക രീതിയിൽ പോകുന്ന ഒരു കഥാപാത്രമായിരുന്നു. ഒരു ഇനിഷ്യലി നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ട് തോന്നും, പക്ഷേ ചില അണ്ടർ കറൻസ് അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന ചില മാറ്റങ്ങളും ഒക്കെ. അപ്പം ബിനോയിയാണ് ഈ ഒരു ഇതെല്ലാം കേട്ടിട്ട് ഷാജി ഒരു വിധേയത്വമുള്ള ഒരു സബ്മിസീവ്നെസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. അപ്പോൾ ബിനോയ് പെട്ടെന്ന് ഇച്ചിരി നേരം ആലോചിച്ചിട്ട് പറഞ്ഞു കൃഷ്ണേട്ടൻ. കാരണം ബിനോയ് പണ്ടത്തെ മൂവികളൊക്കെ കൃഷ്ണേട്ടനെ കണ്ടിട്ടുണ്ട്. കൃഷ്ണേട്ടൻ്റെ മുഖം എങ്ങനെയാണ്, കൃഷ്ണേട്ടൻ്റെ ഒരു ഇന്നസെൻസ് ഉണ്ട്. കൃഷ്ണേട്ടൻ ഒരു വളരെയധികം നല്ലൊരു ഒറിജിനൽ ഇന്നസെൻസ് ഉണ്ട്. ആ ഒരു സഫിസ്റ്റിക്കേഷനും വേണം. നമുക്ക് അദ്ദേഹത്തിലുള്ള ആ ഒരു സഫിസ്റ്റിക്കേഷനും ആ ഒരു ഇന്നസെൻസും ആ ഒരു സബ്മിസീവ്നെസ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഞാനും ഇപ്പോൾ ഉടനെ പറഞ്ഞു യെസ് ബിനോയ്, കൃഷ്ണേട്ടനാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ചീഫ് ടെക്നോളജി ഓഫീസറായിട്ട് അതിൻ്റെ എല്ലാ മാനറിസംസും ആയിട്ട് പിന്നെ അതിലെ ആ ഒരു ചില സബ്മിസീവ്നെസ്സും ചില കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് കൃഷ്ണേട്ടൻ ചെയ്തിട്ടുണ്ട്. നോ, നിനക്ക് പേടിയാണെങ്കിൽ നീ പൊയ്ക്കോ. ആ ഫേറ്റൽ ആക്സിഡന്റിൽ ഒരു കാൽ തകർന്ന് അയാൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്.